എവിടം വരെ എത്തി നിങ്ങളുടെ ഓണമൊക്കെ? ഞാൻ ദേ ഇന്ന് ഫാമിലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ജയലക്ഷ്മിയിൽ വന്നേക്കാണ്. ഓണമായ ഓണക്കോടി കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഇതാ ജയലക്ഷ്മിന്ന് തന്നെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പുതിയ ജയലക്ഷ്മിയുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഹിയർ അറ്റ് ജയലക്ഷ്മി. ഞാൻ നേരെ പോയത് നമ്മുടെ കേരള സാരി സെറ്റ് മുണ്ടൊക്കെ ഇരിക്കുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഓണം ആവുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഷോപ്പിംഗ്. ഓണം മാത്രമല്ല, എന്ത് ഫംഗ്ഷനും സെലിബ്രേഷൻസ് വന്നാലും എനിക്ക് ഷോപ്പിംഗ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ടു ഫാമിലിക്ക് ഷോപ്പ് ചെയ്യാന്നുള്ളത് കുറച്ചും കൂടെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളിതാ ഇവിടെ കുറേ തപ്പി നടന്ന് ഫൈനലി ഞാൻ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. അമ്മുമ്മയ്ക്ക് വേണ്ട ഒരു ഔട്ട്ഫിറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ട ഒരു ഔട്ട്ഫിറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പം അത് കഴിഞ്ഞ് മെറ്റീരിയൽസ് നോക്കി, അത് കഴിഞ്ഞ് വൺ പീസ് ഡ്രസ്സസ് നോക്കി, ഹാഫ് സാരി നോക്കി. ഇപ്പം ഞങ്ങൾ ഗേൾസിന്റെ പരിപാടി കഴിഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ബോയ്സ്. അമ്മാവനും അച്ഛനും ഇനി ഡ്രസ്സ് എടുക്കണം. സോ നമ്മൾ ദേ ഷർട്ടിന്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് ഷർട്ടാണ് വേണ്ടേ, മറ്റേ ആൾക്ക് ജുബയാണ് വേണ്ടേ. അപ്പം നമ്മൾ കുറേ നേരത്തെ ഷർട്ട് ഹണ്ടിന് ശേഷം ഫൈനലി നമ്മൾ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്സ് റെഡിയാണ്. അപ്പം ഒരു ഹാപ്പി ഷോപ്പിംഗ് ഡേ ഹാസ് കം ടു ആൻ എൻഡ്. നല്ല വിശപ്പ്, എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. ബൈ.